ശ്രീ വിജയരാഘവൻ, 30 വർഷമായി താങ്കൾ മലയാള സിനിമയിൽ. മലയാള സിനിമ എപ്പോഴാണ് മാറിയത്, അല്ലെങ്കിൽ ഈ അടുത്താണോ അതിന് മുമ്പ് തന്നെ മലയാള സിനിമ മാറി തുടങ്ങിയത്? PN മേനോൻ സാറാണ് പെട്ടെന്നൊരു മലയാള സിനിമയ്ക്ക് ഒരു മാറ്റം ഉണ്ടാക്കിയത്. അതുവരെ വളരെ സ്റ്റേജി ആയിരുന്നു. പിന്നെ സിനിമ വെളിയിലേക്ക് വന്നത്, സ്റ്റുഡിയോയിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുവന്നൊക്കെ അദ്ദേഹം. പിന്നെ 70കളിൽ ജോർജ് സാറ്, ഭരതൻ, പത്മരാജൻ, KG ജോർജ്, അവരുടെ ഒരു വരവുണ്ടല്ലോ. പിന്നെ സിനിമയുടെ ഒരു ലാംഗ്വേജ്, ഒരു ഭാഷയുണ്ടെന്ന് KG ജോർജ് ആണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അങ്ങനെ ഇത്രയും വ്യത്യസ്തമായ സിനിമകൾ എനിക്ക് തോന്നുന്നത് മലയാള സിനിമയിലെ ഏറ്റവും നല്ല ക്രാഫ്റ്റ്സ്മാൻ KG ജോർജ് എന്ന് പറയുന്നത്. ഏറ്റവും നല്ല തിരക്കഥാകൃത്തും KG ജോർജാണ്. സിനിമയുടെ ഭാഷ ഇപ്പോൾ MT വാസുദേവൻ നായരുണ്ട്, പത്മരാജനുണ്ട്, നമ്മൾ കൊണ്ടാടുന്ന ഒരുപാട് വലിയ തിരക്കഥാകൃത്തുകളുണ്ട്, അവരുടെയൊക്കെ വലിയ സംഭാവനകളുണ്ട്, മനോഹരമായ സൃഷ്ടികളുണ്ട്. പക്ഷേ സിനിമ എന്ന് പറയുന്ന സംവിധായകൻ്റെ തിരക്കഥ എടുത്തു നോക്കിയാൽ യവനിക പോലൊരു തിരക്കഥ മലയാളത്തിൽ അതിനുശേഷം ഉണ്ടായിട്ടില്ല. മലയാള സിനിമയെ എടുത്ത് മറിച്ചത് KG ജോർജ്, പത്മരാജൻ, ഭരതൻ, മോഹൻ, ഇങ്ങനെ കുറേ സംവിധായകരുടെ വളരെ നാടകം എടുത്ത് പിന്നെ സെല്ലോയിഡ് പകർത്തിയ പോലെ അതിൽ നിന്ന് മാറി സിനിമയുടെ ഭാഷയിലേക്ക് കൊണ്ടുവന്നത് ഈ കാലഘട്ടത്തിൽ ഇവരൊക്കെയാണ്. KG ജോർജ് എന്ന് പറയുന്ന പ്രതിഭയെ മലയാള സിനിമ വീണ്ടും വിധം തിരിച്ചറിയുകയോ ആദരിക്കുകയോ അംഗീകരിക്കുകയോ പഠിക്കേണ്ടത് മലയാള സിനിമ ഏറ്റവും വ്യത്യസ്തമായ ടെക്സ്റ്റ് എന്ന് പറയാവുന്ന സിനിമകളാണ്. അതിനെ ഒരു മാറ്റി നിർത്താൻ പാകത്തിലുള്ള ഒരു ക്രാഫ്റ്റ് മലയാളത്തിൽ അടൂർ ഗോപാലകൃഷ്ണൻ അടക്കം ഒരു സംവിധായകനും ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ഒരു നല്ല കാലം ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയം ഉണ്ടാകും. പിന്നെ പുതിയ ഒരുപാട് ആൾക്കാർ തീർച്ചയായിട്ടും സിനിമ മാറിക്കൊണ്ടിരിക്കുന്നു. പുതിയ പ്രതിഭകൾ തീർച്ചയായിട്ടും പുതിയ സംവിധായകരും എഴുത്തുകാരും നടന്മാരും, പ്രത്യേകിച്ചും സംവിധായകരും എഴുത്തുകാരും ഒരുപാട് നല്ലപോലെ അമ്പരപ്പിക്കുന്നുണ്ട്. ഇപ്പം പുതിയ സിനിമകൾ, ഇപ്പം നേരം എന്ന സിനിമ, ഇപ്പം ഇങ്ങനെ ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുള്ളൂ. അതിപ്പം ഇപ്പോൾ ഒരു നമ്മളിപ്പോൾ എല്ലാവരും ഇപ്പം ഇതുവരെ നമുക്ക് പരിചയമുള്ള നടന്മാർ, അറിയപ്പെടുന്ന നടന്മാർ ചിലപ്പോൾ ചെയ്താൽ അത്രയും ചിലപ്പോൾ ആൾക്കാർ ശ്രദ്ധിച്ചെന്ന് വരികയില്ല. ഇത് പുതിയ ആ പിള്ളേർ ചെയ്യുമ്പോൾ ഉള്ളൊരു ഭംഗിയുണ്ട്. പ്രത്യേകിച്ച് എടുത്ത് പറയാവുന്ന പത്മരാജൻ്റെ കള്ളൻ പവിത്രൻ പോലെ ആ സിനിമ ഉണ്ടാക്കിയ ഒരു സെൻസേഷൻ ഉണ്ടല്ലോ. ആ നിലയ്ക്ക് നമ്മളുടെ ഒരു ആസ്വാദന ശേഷിയെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള സിനിമകൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല. അതല്ല ഇപ്പോൾ സംഭവിക്കുന്നത്. പക്ഷേ തീർച്ചയായിട്ടും നല്ല സിനിമകൾ ഉണ്ടാകുന്നു, വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള സിനിമകൾ ഉണ്ടാകുന്നു, ഒന്നിനെയും ആശ്രയിക്കാത്ത, അതായത് ഒരു സ്റ്റാറിൻ്റെ ഒരു മാറ്റിനി ഐഡളിൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റിലല്ലാതെ രണ്ട് കാലിൽ നിൽക്കാൻ കഴിയുന്ന സിനിമകളുണ്ടാകുന്നു. അതൊക്കെ വലിയ കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ താങ്കൾ ഷാജി കൈലാസിനൊപ്പം ചെയ്ത ചിത്രങ്ങളെല്ലാം ആ സമയത്ത് വൻ ഹിറ്റുകളായിരുന്നു. പ്രേക്ഷകർ നെഞ്ചിൽ സ്വീകരിച്ച ചിത്രങ്ങളായിരുന്നു. പിന്നീട് ആ കൂട്ടുകെട്ട് കണ്ടില്ല. താങ്കളുടെ തിരക്കഥയോ അല്ലെങ്കിൽ താങ്കളുടെ കൂട്ടുകെട്ടിൻ്റെ ഒരു ശക്തിയോ ആ കാലത്തുള്ള സിനിമയ്ക്ക് മാത്രമായിരുന്നു, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൻ്റെ ഒരു കഥയായിരുന്നു പറഞ്ഞിരുന്നത്? ഞാനും ഷാജിയും തമ്മിൽ പശുപതി ചെയ്തു. അതിനുശേഷം തലസ്ഥാനം, പയ്യൻ, ഏകലവ്യൻ, മാഫിയ, കമ്മീഷണർ, കിങ്, ഈ 6 സിനിമകൾ അതാത് കാലങ്ങളിൽ, അതായത് 92 മുതൽ 95 വരെയുള്ള ഒരു പീരീഡിൽ, ഒരു 3-4 വർഷത്തിനുള്ളിൽ ഉണ്ടാകുന്ന സിനിമകളാണ്. ഈ സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റുകളായിരുന്നു. എനിക്കൊന്ന് കിങ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ സിനിമകളിലെല്ലാം ഒരേ കഥാധാരയുണ്ട്, ഒരേ തരത്തിലുള്ള സന്ദർഭങ്ങളുണ്ട്, കഥാപാത്രങ്ങളുടെ ഛായാസാമ്യം ഈ സിനിമകളിൽ സംഭവിച്ചിട്ടുണ്ട്. ഈ 6 സിനിമ കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യത്തിൽ അടുത്തൊരു സിനിമ ചെയ്യാൻ പേടിയായിരുന്നു ഷാജിയായിട്ട് ഒരുമിച്ച്. 6 സിനിമകളുടെ ഒരു ഭാരം ഭയങ്കരമായിരുന്നു. ഞാനും ഷാജിയും തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഇനി നമ്മൾ ഒരുമിച്ച് സിനിമ തൽക്കാലം ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്നു. അതിനുശേഷം ഞാൻ പിന്നെ ചെയ്തത് ലേലം, പത്രം, പ്രജ, ദുബായ്, 4 സിനിമകൾ ഞാൻ ജോഷിക്ക് വേണ്ടിയാണ് എഴുതിയത്. പിന്നെ ഞങ്ങൾ വീണ്ടും ഞാനും ഷാജിയും ഒരുമിച്ച് കഴിഞ്ഞ വർഷം ചെയ്ത സിനിമ, ഞാനും ഷാജിയും ഒരുമിച്ച് ചെയ്തിട്ടുള്ള കിങ്, കമ്മീഷണർ എന്ന് പറയുന്ന 2 കൊണ്ടാടിയ സൂപ്പർ ഹിറ്റുകളുടെ ഒരു ബ്ലെൻഡ് ഞങ്ങൾ പരീക്ഷിച്ചു. അത് നന്നായില്ല, ആളുകളത് ആസ്വദിച്ചില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ആ സിനിമ എഴുതാൻ ഇരിക്കുമ്പോഴുള്ള അന്തരീക്ഷമല്ല സിനിമ റിലീസ് ചെയ്യുമ്പോൾ. അതിനകം മലയാള സിനിമ മാറിപ്പോയി. അത് ഒരു ഓട്ട് ടൈമിലാണ്, മാറിയ ഒരു കാലാവസ്ഥയിലേക്കാണ് ആ സിനിമ വരുന്നത്. ആ സിനിമ ആളുകൾ സ്വീകരിച്ചില്ല. അപ്പോൾ ചില കോമ്പിനേഷനുകൾക്ക് അതിൻ്റേതായ പ്രസക്തിയുണ്ട്. അതിനി ആവർത്തിക്കുമോ എന്ന് ചോദിച്ചാൽ അത് പരീക്ഷിക്കണം. പക്ഷേ നിങ്ങൾ അതുപോലെ തന്നെ ജോഷിയുടെ പടങ്ങൾ ലേലവും പത്രവും ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ചാനലുകൾ വരുമ്പോൾ ഈ 2 സംവിധായകർക്ക് വേണ്ടിയിട്ട് മാത്രമേ ഞാൻ കഴിഞ്ഞ ലേലം ഒരു ഗംഭീര സിനിമയാണ്. ലേലം അത് മേക്കിങ്ങില് അതുപോലെയാണ് ഈ ജോഷി ടൈഗർ സലീം എന്ന് പറഞ്ഞ പടം എടുത്ത ആളാണ്. പുള്ളി ക്രോസ് ബെൽറ്റ് പണി എന്ന് പറഞ്ഞ ആളുടെ കൂടെയാണ് ഫസ്റ്റ് പടം ചെയ്യുന്നത്. ഞാനും ജോഷി പരിചയമുണ്ടോ?
ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ്. പിന്നെ ആദ്യമായിട്ട് ജോഷി സിനിമയിൽ വരുന്നത്, ഇങ്ങനെ ക്ലാപ്പ് അടിക്കാൻ വരുന്നത് അച്ഛൻ്റെ കാപാലി എന്ന നാടക സിനിമയായി, ഹോസ്പിറ്റൽ പണി. അങ്ങനെയാണ് ജോഷി സിനിമയിൽ, ഞാനും ആ സിനിമയിൽ ആദ്യം അഭിനയിക്കുന്നത്. അതിനകത്തൊരു ചെറിയ വേഷം എന്നോട്, അന്ന് എനിക്ക് അഭിനയിക്കുന്നത് വലിയ താല്പര്യമൊന്നുമില്ല, അങ്ങനെ അഭിനയിച്ചു. എന്താണെങ്കിലും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് സിനിമയിൽ വരുന്നത്. മുഖ്യധാരാ സിനിമയിൽ ജോഷി എന്ന് പറയുന്ന ക്രാഫ്റ്റ്സ്മാനെ അതിശയിപ്പിക്കാൻ പോകുന്ന മറ്റൊരു സംവിധായകൻ പിന്നീട് അതിൻ്റെ പരിസരത്തെത്തുന്ന ആളുകളുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് പോകുന്ന ഒരു ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ടി ദാമോദരൻ മാഷിൻ്റെ കാലം തൊട്ട് രാഷ്ട്രീയ പ്രാധാന്യമുള്ള സിനിമകൾ, രാഷ്ട്രീയ ഡയലോഗുകളുള്ള സിനിമകൾ ധാരാളം ഇറങ്ങുന്നുണ്ട്. അന്നത്തെ താങ്കൾ ഉൾപ്പെടെയുള്ള കലാകാരന്മാർ പൊളിറ്റിക്കലി ഭയങ്കര ലിറ്ററേറ്റ് ആയിരുന്നു. ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകളിൽ അത്തരം ഡയലോഗുകൾ വരുമ്പോൾ അത് എറിക്കാത്തത്, ഇപ്പോൾ ഈ സിനിമാ മേഖലയിൽ പൊളിറ്റിക്കൽ ലിറ്ററസിയോ ഈ സോഷ്യൽ ലിറ്ററസിയോ കുറവുള്ളത് കൊണ്ടായിരിക്കും. അതുകൊണ്ടല്ല ഇപ്പോൾ ഇവർ സിനിമയിലൊന്നും പറയേണ്ട കാര്യമില്ല. നമ്മൾ ദിവസവും TV കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ പറയും മറിച്ച് തിരിച്ചു പറയുക, പിന്നെ ഈ മോഷണം, കള്ളത്തരം എല്ലാം നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് വിത്ത് വിഷ്വൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് പഴയ ഒരു ത്രില്ലില്ല നമുക്ക്. ഈ രാഷ്ട്രീയത്തിനെ പറ്റി പറയുമ്പോൾ എനിക്ക് തോന്നുന്നതാണ്, ഒരു അരാഷ്ട്രീയത നമ്മുടെ സമൂഹത്തിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. അത് കക്ഷി രാഷ്ട്രീയത്തിനോടും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ നേതാക്കളോടും അതിലെ ദൈനംദിന സംഭവ വികാസങ്ങളോടും ആളുകൾക്കുണ്ടാകുന്ന ഒരു വിരക്തിയാവാം, അതൃപ്തിയാവാം, പുച്ഛമാവാം. രാഷ്ട്രീയം ശരിയല്ല എന്ന് പറയുന്നൊരു പൊതു കാഴ്ചപ്പാടിലേക്ക് ആളുകൾ പോകുന്നുണ്ട്. രാഷ്ട്രീയം ശരിയല്ല രാഷ്ട്രീയം ശരിയല്ല എന്ന് പറയുമ്പോൾ ജനം ശരിയല്ല എന്നാണ് എൻ്റെ അർത്ഥം. സ്വന്തം രാഷ്ട്രീയം പുറത്ത്, അല്ലെങ്കിൽ സ്വന്തം ഐഡിയോളജീസ് പുറത്ത് പറയുന്നതിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടായിട്ടുണ്ടോ? എന്തിനാ? എനിക്കങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ തോന്നിട്ടില്ല. ഞാൻ ഒന്നാമത്തെ ഞാൻ നടന്നുള്ള രീതിയിലല്ല ഞാൻ ജീവിക്കുന്നത്. ഞാൻ ജീവിക്കുന്ന ഒരു മനുഷ്യനായിട്ട്, ഒരു സാധാരണ മനുഷ്യനായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. വിഷ്വൽ മീഡിയ വന്ന ശേഷമുള്ളൊരു മാധ്യമ രാഷ്ട്രീയത്തെയും എങ്ങനെ കാണുന്നു? വിഷ്വൽ മീഡിയ വന്നതുകൊണ്ട് രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും കൃത്യമായി റെക്കോർഡ് ചെയ്യപ്പെടുകയും അത് പ്രദർശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. പണ്ട് അങ്ങനല്ല. ഇപ്പോൾ 1975 AK ആൻ്റണി നടത്തിയ ഒരു അഭിപ്രായ പ്രകടനം 2013 AK ആൻ്റണി അതിനെ ഖണ്ഡിച്ച് മറ്റൊരു അഭിപ്രായ പ്രകടനം നടത്തുന്നുണ്ടെങ്കിൽ അത് കാണാൻ 1975 പത്രം ലൈബ്രറി തപ്പി പോകേണ്ട കാര്യമില്ല. 75 ആൻ്റണി നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതും 2013 ഇന്ന് നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ അതും ഒരുമിച്ച് കാണിക്കാം. ഈ താരതമ്യം വളരെ സുഗമമാകുന്നു. ജനങ്ങൾ വളരെ പെട്ടെന്ന് മറന്നു പോകും. ജനങ്ങൾ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു ഏർപ്പാട് പലപ്പോഴും സർവൈവ് ചെയ്യുന്നത് ജനങ്ങളുടെ ചെറിയ ഓർമ്മശക്തി കൊണ്ടാണ്. ഇതിപ്പോൾ ഓർമ്മിപ്പിക്കാം. മുരളീധരൻ കോൺഗ്രസിൽ നിന്ന് പിരിഞ്ഞുപോയ കാലത്ത് പറഞ്ഞത് എന്താണ് എന്ന് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കാം. NN പിള്ള സാറ് ഒരുപാട് പ്രിൻസിപ്പിൾസ് ഉള്ളൊരു വ്യക്തിയായിരുന്നു. താങ്കളും അങ്ങനത്തെ ഒരു വ്യക്തിയാണോ? സാമാന്യം ഒന്നും വലിയ ബലംപിടുത്തങ്ങളൊന്നുമില്ല ജീവിതത്തിൽ. എൻ്റെ സഹജീവികൾക്ക് വലിയ കുഴപ്പം വരാത്ത രീതിയിൽ ജീവിക്കുന്നു. ഇപ്പം നടക്കാൻ സ്വാതന്ത്ര്യം, നമുക്ക് എവിടെ നടക്കാൻ സ്വാതന്ത്ര്യം, ഇങ്ങനെ നടക്കുമോ നമ്മൾ എന്ന് പറഞ്ഞ പോലെ സാധാരണ മനുഷ്യൻ നടക്കുന്ന, എൻ്റെ ഒരു സൗകര്യമാണോ ഇങ്ങനെ നടക്കുന്നത് എന്ന് പറഞ്ഞുകൂടെ എനിക്ക്? അത് വേണ്ട. പുതിയ തലമുറ ചെയ്യുന്ന പുതിയ സിനിമകളെ കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം? പുതിയ ചെറുപ്പക്കാർ വരുന്നുണ്ട്, നല്ല നല്ല സിനിമയ്ക്കുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ കണ്ട സിനിമകൾ പറയാം, ഇപ്പം സോൾട്ട് ആൻഡ് പെപ്പർ, ട്രാഫിക്, അങ്ങനെ കുറേ നല്ല സിനിമ വന്നിട്ടുണ്ട്. ഒരുപാട് എഴുത്തുകാർ വരുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു പേരല്ല ഞാൻ പറഞ്ഞത്, കുറേ ആൾക്കാർ വരുന്നുണ്ട്.